നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴി റിയാഷ് റീൽസ് ബീക്കൻ്റെ ഒരു മാഷപ്പ് വീഡിയോ വന്നിട്ടുണ്ട്. കലിയുഗ പിറവി. ഭ്രമയുഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയല്ല, എവിടെ തിരിഞ്ഞാലും മമ്മൂട്ടിയാണ്. പക്ഷെ മമ്മൂട്ടിയാണെന്ന് മനസ്സിലാവില്ല. വരുന്നതൊക്കെ മമ്മൂട്ടിയാണ് മുന്നിൽ. മമ്മൂട്ടി തന്നെയാണോ രണ്ടാമത് നോക്കണം. അമ്മാതിരി മേക്ക് ഓവർ അല്ലേ. എന്തായാലും റീൽസ് ബീക്കൻ്റെ ആ ഒരു മാഷപ്പ് വീഡിയോ. ഇതാരത് ഇതിന്റെ അടിയിലൂടെ ബിഗ് ബോസോ? ഓക്കെ, ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അയാളൊരു തുടക്കക്കാരനെ പോലെ പതറി വീഴുകയായിരുന്നു. 2010 അയാൾക്ക് അത്രത്തോളം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. വലിയ ഇതിഹാസങ്ങളെ സൃഷ്ടിച്ച അയാളുടെ കഴിവിൽ പോലും പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചു. പിന്നാലെ വന്ന സിനിമകൾ ഓരോന്നായി പൊട്ടിത്തുടങ്ങി. നിൽക്കുന്ന ഇതിഹാസ തുല്യൻ അപ്പുറത്ത് ബോക്സ് ഓഫീസിലും ആർട്ട് വാല്യൂവിലും മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ ഓട്ടം പിന്നോട്ടായിരുന്നു. ക്രിഞ്ചായ ഒരു കൂട്ടം സിനിമകൾ അയാൾ ചെയ്തു. അയാളുടെ പടങ്ങൾക്ക് ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ പോലും വിസമ്മതിച്ചു. ആ നടന്റെ കരിയർ അവസാനിക്കുകയാണെന്ന് ചിലർ വിധി എഴുതി. The legacy of the patriarch is ended. കോബ്ര അല്ല, മമ്മൂട്ടി ഒരുമിച്ച് അഭിനയിച്ചോ? ഇതിലെന്താ അങ്ങനെ? പക്ഷെ ആഴിയുടെ തീരങ്ങളിൽ പൂർണ്ണത തന്നെ കാണുന്നവർ അറിയുന്നില്ലല്ലോ. അപ്പുറത്ത് നിന്നും ഇനി ഉദിക്കാൻ പോകുന്നത് സകല ഊർജവും കൈയാളുന്ന സാക്ഷാൽ സൂര്യൻ തന്നെയാണെന്ന്. കണ്ണു ചുമ്മുന്ന താരകളെ നോക്കി പുച്ഛിച്ചിരിക്കുന്നവരും അറിയുന്നില്ലല്ലോ അവർ നിലനിൽക്കുന്ന യൂണിവേഴ്സിനെ പോലും വിഴുങ്ങിക്കളയാൻ അവ പര്യാപ്തമാണെന്ന്. ശൈത്യകാലത്തെ തണുപ്പിന് ശേഷം ആ സൂര്യന്റെ ചൂട് എല്ലാവരും അറിഞ്ഞു. കളിയാക്കി ചിരിച്ചവരും വിധി എഴുതിയവരും കണ്ണു ചുമ്മാതെ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ഇരുട്ടിനു മീതെ പടർന്ന വെളിച്ചം അവരോട് സംസാരിച്ചു. കാണാൻ പോകുന്നത് എന്റെ ഭ്രമയുഗം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞ അയാളുടെ കാലമാണ്. വ്യത്യസ്തതകളെ തേടി പിടിച്ചുകൊണ്ട് തന്റെ കഴിവുകളെ അയാൾ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്നു. യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഥാപാത്രങ്ങൾ സധൈര്യം എടുത്തുകൊണ്ട് അയാൾ വിസ്മയങ്ങൾ കാണിച്ചു തീർക്കുന്നു. വയസ്സ് 70 കടന്നിട്ടുണ്ട് അയാൾക്ക്. അനുഭവ സമ്പത്തിന് 50 മേലെയാണ് പ്രായം. പണ്ടത്തെ യാഥാസ്ഥിതികബോധം വെടിഞ്ഞുകൊണ്ടുള്ള അയാളുടെ സമകാലിക സിനിമയോടുള്ള അഭിനിവേശം ഇന്ന് അതിന്റെ പീക്കിൽ എത്തി നിൽക്കുന്നു. അഭിനയിക്കാൻ വയ്യ, മികച്ച ക്യാരക്ടർ സെലക്ഷൻ ഇല്ല, വിമർശിച്ചവരൊക്കെ വായു പൂത്തിയിരുന്നു. അയാൾ കാണിക്കാൻ പോകുന്ന വിസ്മയങ്ങൾക്ക് നിങ്ങൾക്കും ഇനി സാക്ഷിയാകാം. അതെ, ആ അമാനുഷികൻ തന്നെ, പ്രായഭേദമന്യേ ഏവരുടെയും ഇഷ്ടനടനായി മാറിയവൻ. സ്ക്രിപ്റ്റിൽ എഴുതിയ ഏതൊരു കഥാപാത്രത്തെയും തന്നിലേക്ക് ആവാഹിക്കുന്ന ദ പ്രൊലിഫിക് മെത്തേഡ് ആക്ടർ. സമകാലിക മലയാള സിനിമയുടെ ഒരേ ഒരു കുലപതി. ഹീസ് എ സ്റ്റാർ, ഹീസ് എ റെവല്യൂഷൻ. ലോകത്തെ മുഴുവൻ ഭ്രമിപ്പിക്കാൻ പോകുന്ന ആ ഭ്രമയുഗത്തിന്റെ വക്താവ്. ആൻഡ് വി കോൾ ഹിം അവർ പാട്രിയാർക്ക്, വൺ ആൻഡ് ഓൺലി പത്മശ്രീ മമ്മൂട്ടി. ഒന്നൊന്നര ഹൈപ്പാട്ടോ കൊടുത്തത്. സൂപ്പർ. അയാളുടേത് ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു. ഒരുപാട് സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അവയിൽ നിരൂപക പ്രാധാന്യം ലഭിച്ച സിനിമകൾ കുറവ് തന്നെയായിരുന്നു. തിയേറ്ററിൽ ആളെ കയറ്റാൻ അയാൾ പാടുപെട്ടു. ഒരു ക്രൗഡ് പുള്ളർ എന്ന ലേബൽ അയാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ ആക്ടിംഗ് മാനിഫെസ്റ്റോ എങ്ങോട്ടോ പോയി മറഞ്ഞുവെന്ന് പലരും പറഞ്ഞു. പക്ഷെ അവർക്ക് മുന്നിലേക്ക് തന്റെ യശസ് വീണ്ടെടുക്കാൻ അയാൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ കൊണ്ടും ആശ്ചര്യപ്പിക്കുന്ന അഭിനയം കൊണ്ടും അയാൾ തന്നെ എന്തുകൊണ്ട് കുലപതി എന്ന് വിളിക്കുന്നുവെന്ന് തെളിയിച്ചു കൊടുത്തു. ഭീഷ്മപർവം എന്ന സിനിമയിൽ കൊണ്ട് തന്നിലെ സ്റ്റാറിനെ അയാൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പുഴു, റോഷൻ തുടങ്ങിയ സിനിമകളിൽ അയാളുടെ അഭിനയ മികവും നാം കണ്ടു. പുഴുവിനെ ടോക്സിക് പാരന്റിംഗ് കാണിച്ച രംഗങ്ങൾ ഓരോന്നും നമ്മിലേക്ക് ഇറങ്ങിച്ചെന്നവയാണ്. അതുപോലെ ആർക്കും ദഹിക്കാൻ സാധ്യതയില്ലാത്ത, കളിയാക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് സിനിമയാക്കിയപ്പോൾ മമ്മൂട്ടി എന്ന നടന്റെ കഴിവുകൊണ്ടുകൂടി അത് ജനങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. നൻപകൽ നേരത്തെ മയക്കത്തിൽ കണ്ണാടി റിയലൈസേഷൻ സീനൊക്കെ അയാളുടെ അഭിനയത്തിന്റെ നേർ ആവിഷ്കാരമായിരുന്നു. തുടർന്ന് ജനത്തെ മുഴുവൻ തിയേറ്ററിലേക്ക് നിറച്ച കണ്ണൂർ സ്കോഡും സുവർഗ അനുരാഗത്തെ കാണിച്ച കാതൽ ദക്കോറും അയാളുടെ പൂർണ്ണത കാണിച്ചു. സീനിയർ ആക്ടേഴ്സ് പലരും എടുക്കാൻ മടിക്കുന്ന ഒരു റോൾ തന്നെയാണ് കാതലിലേത്.
അവിടെ സമയത്തിനും കാലത്തിനും അനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു കലാകാരൻ നോ പറയില്ല എന്ന വാക്യത്തിന് അടിവരയിടാൻ അയാളുടെ ആ ധൈര്യം തന്നെ മതിയാക്കും. അയാളുടെ ചാട്ടത്തെ പറ്റിയൊന്നും അയാൾ ചിന്തിച്ചില്ല. അയാൾ മനസ്സിലാക്കിയതും മനസ്സിൽ ഉറപ്പിക്കുന്നതും ഞാനൊരു അഭിനേതാവാണ് എന്നത് മാത്രമാണ്. അതെ, അയാൾ ഒരു നടനാണ്. തന്റെ പേരിനപ്പുറവും കഥാപാത്രത്തെ എലിവേറ്റ് ചെയ്യുന്ന കറകളഞ്ഞ നടൻ. അയാളുടെ കഴിവുകളെ കുറിച്ച് വലിയ മുഖവരയോ നീണ്ട പ്രഭാഷണങ്ങളോ ഒരു മലയാളിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മലയാള സിനിമയുടെ മമ്മൂട്ടി എന്ന് കുഞ്ഞുങ്ങൾ പോലും വിളിക്കുമ്പോൾ നമുക്ക് ആ ഇമ്പാക്ട് ലെവൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പണ്ടത്തെ മമ്മൂട്ടിയെ കുറിച്ചെല്ലാം നമ്മൾ ഏറെ വട്ടം പറഞ്ഞതാണ്. ഡയലോഗ് ഡെലിവറിയിലും ചരിത്ര കഥാപാത്രങ്ങളിലും ഇമോഷണൽ രംഗങ്ങളിലും അസാമാന്യമായ പ്രതിഭ കാണിക്കുന്ന ഒരു അവതാരം. പണ്ടത്തെ എന്ന് എടുത്തു പറയുന്നത് ഇന്ന് അതെല്ലാം പോയത് കൊണ്ടല്ല, എല്ലാം അന്നത്തേതിനേക്കാൾ മികച്ചതായി ഇന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. എന്ന സിനിമയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വിഷം കലർത്തിയ ചോറ് വാങ്ങുന്ന ബാലന്റെ കണ്ണീർ മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് വീണത്. സൂര്യമാനസത്തിലെ ഉറുമീസ് ഇന്നും മറ്റാർക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത കഥാപാത്ര ആവിഷ്കാരമാണ്. ഒപ്പം അമരത്തിലെ അച്ചൂട്ടിയും വിധേയനിലെ ഭാസ്കര പട്ടേലരും കാഴ്ചയിലെ മാധവനും അദ്ദേഹത്തിന്റെ അഭിനയ മികവ് വിളിച്ചോതുന്നവയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഇക്കാലത്തെ മാത്യു ദേവസിയെയും സുന്ദരത്തെയും ലൂക്ക് ആന്റണിയെയും ചേർത്ത് വയ്ക്കാം. ഇനി ചേർത്ത് വയ്ക്കപ്പെടാൻ ഒരുപാട് പേരുകൾ കാത്തിരിക്കുന്നുമുണ്ട്. അതെ, അയാളുടെ നടനെ ഇന്നത്തെ തലമുറയും കണ്ണുനട്ട് നോക്കിയിരിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ ഭാവി കാലങ്ങൾ അയാൾ നിക്ഷിപ്തമായിരിക്കുന്നു. ഇനിയും അത് തുടരും. മമ്മൂക്ക, ഞങ്ങൾ നിങ്ങളുടെ എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷെ അത് തെറ്റാണെന്ന് നിങ്ങൾ ഓരോ പ്രാവശ്യവും തെളിയിക്കുന്നു. നിങ്ങളുടെ മാക്സിമം എന്ന് വിളിക്കപ്പെടുന്ന ലെവലുകൾ പോലും നിങ്ങൾ പൊട്ടിച്ചെറിയുന്നു. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നേ ഉള്ളൂ ഞങ്ങളുടെ മുൻവിധികളെ തച്ചുടയ്ക്കാൻ പോകുന്ന നിങ്ങളുടെ ഗംഭീര ആട്ടങ്ങൾ, മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന മഹാസംഭവങ്ങൾക്കായി. We are waiting for your uncompromising future. പൊള്ളിച്ചോട്ടോ, അഡോർ സാധനം. വളരെ കാലത്തിന് ശേഷം കഴിഞ്ഞിട്ടില്ലല്ലോ. ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഞാനേ ആ വിധേയന്റെ സാധനം എന്റെ മനസ്സിലിങ്ങനെ കിടക്കുക. ഏതറിയോ, വിധേയന്റെ ആ കസയിരുന്നിട്ട് സുന്ദരിച്ചാണോടാ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. അതിനുശേഷം ഇപ്പം മറുപടി പറയാണ്ടിരിക്കുമ്പോ പറയണ നൈൻ്റെ കോണെന്ന് പറയുന്ന സാധനം എന്ത് സംഭവം എന്ന് പറയാം. ആ സമയത്ത് നമ്മങ്ങനെ ഞാനത് കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഇന്നലെ കണ്ടു ഒരു ക്ലിപ്പ്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ ആലോചിക്കും, അയ്യോ അത് ഭാസ്കര പട്ടേൽ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്തൊരു ക്യാരക്ടറാണ്. അതിനെയൊക്കെ വെല്ലുന്നൊരു സാധനമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് കേട്ടോ, ബ്രഹ്മയുഗത്തിലെ. അത് ഇതേപോലെ നമുക്ക് എടുത്ത് പറയാം പിന്നൊരു എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത്. അതായത് അതാണ് ഇപ്പൊ ഇതില് ആള് പറഞ്ഞല്ലോ, നമ്മള് പഴയ സംഭവങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. അതെ, ഇപ്പൊ പുതിയത് വേറെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പഴയത് പറയണ്ട. നമ്മൾ ഓരോ സിനിമയും മമ്മൂക്കേനെ കഴിയുമ്പോൾ നമ്മൾ പറയും ആ ഇതിങ്ങനെ മാക്സിമം അയാള് ചെയ്തു കഴിഞ്ഞു. മാക്സിമം അല്ല, ആൾ അവിടുന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അത് നമ്മുടെ ചിന്താഗതിയായിരുന്നു. അതെ, സത്യം. നമ്മള് മമ്മൂക്കയെ കുറിച്ച് ചിന്തിക്കുന്നത് അതുവരെയാണ്. എന്നാൽ അങ്ങേരുടെ കഴിവ് അതുക്കപ്പുറം, അത് അതിന് ശേഷം തരും. ഇത് തുടക്കമാണെന്നുള്ളതാണ് മൂപ്പരുടെ ഉള്ളില്. ഞാനിപ്പോ തുടങ്ങിയതേ ഉള്ളൂ, ഇനിയാണ് എന്റെ ശരിക്കുള്ള അഭിനയം വരാൻ പോകുന്നതാണ് മൂപ്പരുടെ ഉള്ളില്. പക്ഷെ നമ്മളെ വിചാരം കഴിഞ്ഞു, അത് അത്രേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അത് തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയാണ്. സത്യം, ഭീകരാണ്. അതൊക്കെ മേലെ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. ഇപ്പൊ ഈ ലാസ്റ്റ് വന്നൊരു ലിസ്റ്റ് തന്നെ ആള് പറയുന്നുണ്ടല്ലോ, ആ ഭീഷ്മപർവത്തിന് ശേഷം എല്ലാത്തിലും ഇത് തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓരോന്ന് കഴിയുമ്പോഴും നമ്മളെ ഓരോ രീതിയിലാണ് ഞെട്ടിക്കുന്നതെന്ന് മാത്രം. ഇനി എന്താണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയ സംഭവം, അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന്റെ നായകനല്ല, ഒരിക്കലും അല്ല, എല്ലാ കാലഘട്ടത്തിന്റെയും നായകനാണ്. അതാണ് ഒരു സ്പെഷ്യാലിറ്റി. ഒരു
ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴും നമുക്ക് ഉള്ളിലൊക്കെ തോന്നിയത് തന്നെ കേട്ടോ. സത്യമായിട്ടും ആള് പറഞ്ഞത് നമ്മൾ അതിന്റെ ഇടയ്ക്ക് പറ്റ താന്നു പോയായിരുന്നു. അതെ, ഒരു സിനിമകളും ഇറങ്ങുന്നതെല്ലാം അട്ടപ്പട്ടലം പൊട്ടുന്ന അവസ്ഥ. അത് വളരെ മോശം ക്യാരക്ടറുകളൊക്കെ ആയിരുന്നു. നമ്മളിപ്പം ഈ അച്ചാദിനിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല സിനിമ, പക്ഷെ റോസ്റ്റ് വീഡിയോ അത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ തന്നെ ആലോചിച്ചു, ദൈവം ഇതൊക്കെ മമ്മൂക്ക സെലക്ട് ചെയ്തോ. അത് ഇപ്പൊ ചിന്തിക്കുമ്പോ നമുക്ക് ഒട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ എടുക്കുന്ന സിനിമകളൊക്കെ ഏത് ലെവലാ, ആ ആളാണല്ലോ അത് അന്ന് എടുത്തത്. കൊറേ സംഭവങ്ങളുണ്ട്, അങ്ങനെ കൊറേ സിനിമകളുണ്ട്. മറ്റേ ഉട്ട്യോപ്പിയിലെ രാജാവ്, അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാളിയാ, സങ്കടം വന്നിട്ടുണ്ട്. ഞാൻ അന്നത്തെ ആ ഒരു കൊറേ സംഭവങ്ങൾ ഉണ്ടല്ലോ, നന്നായി കണ്ടിട്ടില്ല, കൊറേ സിനിമകൾ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഈ ഒരു മാറ്റം നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. ആള് മാറിയിട്ടില്ല, ആള് ട്രാക്ക് ആള് ശരിയായ രീതിയിലേക്ക് വന്നു എന്നുള്ളൂ. യെസ്, അത്രേ ഉള്ളു മാറ്റം. ഇനിയും ഭ്രമയുഗം മാത്രമല്ല, ഇനിയും ഞെട്ടിക്കാനുള്ള ഐറ്റംസ് വരാനിരിക്കുന്നുണ്ട്. എണ്ണി പറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ പോവാണ് 15-ാം തീയതി. വീണ്ടും പറയാണ്, ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള ശേഷമായിട്ട് ഉടനെ കാണാം. ബൈ. ഹൈപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞോട്ടെ, എന്നാലും സാരല്ല, കൊടുക്കും. പറയും, കൊടുക്കും.